ധർമ്മവും അധർമ്മവും ഏറ്റുമുട്ടിയ കുരുക്ഷേത്ര യുദ്ധത്തിനു മുമ്പ് അർജുനനും ദുര്യോധനനും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സഹായം തേടി. സൈന്യത്തെ മുഴുവൻ ഒരു പക്ഷത്തും ആയുധമില്ലാതെ ഭഗവാൻ മറുപക്ഷത്തും നിൽക്കാമെന്നേറ്റു. എവിടെ കൃഷ്ണനുണ്ടോ അവിടെ വിജയമുണ്ടെന്ന തത്വം ഗ്രഹിച്ച അർജുനൻ ഭഗവാനെ തന്നെ സ്വീകരിച്ചു. അർജുന വിജയം. ആലാപനം ലക്ഷ്മി ശ്രീ ഓമനക്കുട്ടൻ. ദൂതുമായി പോയൊരാ ദ്വാരകാനാഥന്റെ ഗീതയെയൊട്ടുമേ മാനിക്കാതെ, ദൂതുമായി പോയൊരാ ദ്വാരകാനാഥന്റെ ഗീതയെയൊട്ടുമേ മാനിക്കാതെ, ദേശം പകുത്തു തരില്ലെന്നു നോറ്റവർ ഊറ്റത്തോടൊന്നിച്ചു ചൊല്ലിയപ്പോൾ, മോഹം കളഞ്ഞിട്ടു ദേവകീ നന്ദനൻ വേഗേന തേരിൽ തിരിച്ചു പോന്നാൻ. യുദ്ധമല്ലാതൊരു പോംവഴിയില്ലെന്നു പാണ്ഡവരഞ്ചാളും നിശ്ചയിച്ചു. സാമന്തന്മാരായ രാജാക്കന്മാരെയോ സാഹൂതം കൂട്ടിയിരുപക്ഷവും, യുദ്ധത്തിനായുള്ള കോപ്പുകൾ കൂട്ടിയിട്ട് യുദ്ധോത്സുകരായി നിന്നെല്ലാരും. കണ്ണന്റെ രക്ഷണം നേടുവാനായിട്ട് അർജുനൻ പോയെന്നു കേട്ട നേരം, ദ്വാരക തന്നിലാണഞ്ഞു സുയോധനൻ വില്ലിൽ നിന്നൂർന്നൊരു ബാണം പോലെ. പള്ളിയൂറക്കം നടിച്ചു കിടന്നൊര കണ്ണൻ തലയ്ക്കലിരുന്നു വേഗം. പിന്നാലെ എത്തിയ കൗന്ദേയനന്നേരം കാൽക്കൽ നമിച്ചു കൈകൂപ്പി നിന്നു. കണ്ണു തുറന്നാദ്യം കണ്ടതോ പാർത്ഥനെ, പിന്നാലെ കണ്ടു കുരുപതിയെ. വീറുറ്റ സേനയെ നൽകാമൊരാൾക്കേവം ആയുധമില്ലാതെ താനും നിൽക്കാം. ആദ്യം വരിക്കേണ്ടതർജുനനാണല്ലോ, ആദ്യമായി കണ്ടതാ ദേഹമല്ലേ. കണ്ണൻ മൊഴിഞ്ഞതോ കേട്ടുടൻ അർജുനൻ കണ്ണനെ തന്നെ സ്വയം വരിച്ചു. കണ്ണനുണ്ടെങ്കിലോ സർവവും സ്വസ്തികം മംഗളദായകമൂർത്തിരൂപം. കണ്ണനുണ്ടെങ്കിലോ സർവവും സ്വസ്തികം മംഗളദായകമൂർത്തിരൂപം. തത്വം ഗ്രഹിച്ചവൻ അർജുനനെന്നതേ സത്യത്തിൽ യുദ്ധവിജയമന്ത്രം. തത്വം ഗ്രഹിച്ചവൻ അർജുനനെന്നതേ സത്യത്തിൽ യുദ്ധ വിജയമന്ത്രം.